ഹലോ ഗായ്സ്, പറയൂ. ഹലോ ഹലോ ഹലോ. ഹലോ. ഹായ് ഗായ്സ്. സോ ഡേ 4 റൈറ്റ്? എനിക്ക് കൗണ്ട് അറിയില്ല. എന്തായാലും ഞങ്ങൾ ഇന്ന് GWK പാർക്കും ഉലുവാട്ടു ടെമ്പിളും കെസാക് ഡാൻസും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഐറ്റനറിയിൽ. ഇന്നിപ്പോൾ സമയം 11:15. ഇന്ന് 11 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു, 15 മിനിറ്റ് ലേറ്റ്. അപ്പോൾ എന്തായാലും ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളങ്ങനെ ഡേ 5 സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ കാണുന്ന ലിങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഐറ്റന് പ്രകാരം ഞങ്ങളിന്ന് ഡേ 5 GWK പാർക്കിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡേ തുടങ്ങി. ഡ്രൈവർ താഴത്ത് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി. സോ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആദ്യം GWK പാർക്കിലേക്ക്. സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അവിടെ. Cultural park. Big Hanuman monument. Oh, monument. Yeah. But Garuda. Okay, of Garuda. And Vishnu is also there, right? Krishna. Yeah. K means What is K? Garuda, Vishnu and Krishna, right? but something else I have seen on Google. ഞാൻ നോക്കിയൊക്കെ ഫുൾ ഫോം പിന്നെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ പാർക്ക് പോകണം ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവാട്ടു ടെമ്പിൾ, അവിടെ സോ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ. Big monument of Bali, number one. That's number one monument of Bali, is it? Okay. ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ 13 കിലോമീറ്റർ വന്നത്. എയർപോർട്ടിൻ്റെ അടുത്തെത്തിയോ? This is airport road? Yes, airport. Airport. Also, our this room is very close to airport. Oh, airport അടുത്ത്. Around seafood famous at Bali. Oh, seafood. Jimbaran, what is it? Jimbaran. Yeah. Where it is? Over, I think. Over this area. Yeah. Jimbaran. What is Jimbaran? What is it? Fish? Fish, crab, Oh, fish crab. Okay. the sea. Oh. Non-veg കഴിക്കണതൊക്കെ നല്ല സാധനമാണ് according to him. Rising high above the islands of Bali, standing at an awe-inspiring 121 meters, is a masterpiece of culture, mythology and devotion. Garuda Vishnu Kenkana, a symbol of strength, wisdom and rich heritage of Indonesia. Welcome to GWK Cultural Park, a place where legends come to life, art meets grandeur and breathtaking views await at every turn. Join us as we explore one of Bali's most iconic landmarks, its history, its beauty and the unforgettable experience it offers. This is none other than Garuda Vishnu Kenkana Park.
നോക്കണം മതിയാവണില്ല ഗൈസ്. കണ്ടോ കുഞ്ഞാവനെന്ന് കണ്ണ് തിരുമ്പിരിക്കുക. കോടങ്ങൻ്റെ കല്യാണമാണ് ഗൈസ്. ഒരു ഭാഗത്ത് കണ്ടോ ചൂട് ഇവിടെയുണ്ട്, മഴ. നമ്മൾ കുട വടിയായിട്ട് ഉപയോഗിക്കുക. നോക്കൂ കരടൻ കാണാണ്ടോ ഗൈസ്. നമ്മൾ പറഞ്ഞ കരടൻ നമുക്ക് ഷട്ടിൽ ബസ്സിൽ പോകണമെന്നാണ് പറയണത് ഇവിടെ ഉള്ളവരിപ്പം. ഷട്ടിൽ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളുടെ ഗൈഡ് പോയിട്ടുണ്ട്. ഇതാണ് ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ്, പിന്നെ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് is visitors parking, second is ticketing counter, third is Bali restaurant, Jadenda veranda, all in theater. 5, Garuda Cineloca, 6th one, Lotus Pond, 7th one, Festival Park, 8th one, there, 9th Titan, Good. Titan, Tucci and Kerala. 10th നമുക്ക് വേറെ വണ്ടി പോവും. പിന്നിൽ വണ്ടിയുണ്ട്. ഈ വണ്ടിയിൽ പോയിട്ട് അതിന് മുന്നിൽ കൊണ്ട് നിർത്തില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് അവിടെ കൊണ്ടാക്കണം. നമ്മൾ വണ്ടി കയറി ഷട്ടിൽ വണ്ടിയിൽ കയറി. കെങ്കണാന്ന് വായിക്കാത്. നിർത്തി പറഞ്ഞു ഞങ്ങളിവിടെ ഇപ്പോൾ സ്ഥലത്ത് നിർത്തി. ഇവിടെ എന്താ കെങ്കണ സ്റ്റുഡിയോ, GWK സ്റ്റുഡിയോ, ബെസ്റ്റ് സ്റ്റുഡിയോ സ്പോട്ട്. അനു നിൽക്കാൻ പറയണ്ട്. എന്താ പറഞ്ഞത്? ഇവിടെ നിൽക്കാനാ പറഞ്ഞാള്. വണ്ടി ഇറങ്ങിയോ? ഇതൊരു ഷോപ്പിംഗ് സെന്റർ പോലെ ഉണ്ടല്ലേ കണ്ടുകഴിഞ്ഞാൽ. കെങ്കണ ഫോട്ടോ ലോഞ്ച്. $35,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 പകുതി ഏകദേശം. നോട്ടിച്ചിലാണല്ലേ. ഐ ലവ് ബാലി. ഫ്രിഡ്ജ് മാങ്ങട്ടാ വാങ്ങുന്ന ഒന്ന് ഓൾറെഡി നമ്മുടെ ഇവിടേക്ക് വന്നല്ലേ. അതാ വേണ്ടേ ബാലി സ്പെഷ്യൽ എന്തെങ്കിലും.
നാട് സ്റ്റാച്ചുവോ? ഞങ്ങളവിടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. എന്തായാലും നാട് സ്റ്റാച്ചു എന്തായാലും നോക്കി പറയാം. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് നടക്കണം അടുത്ത സ്ഥലത്തേക്ക്. See you. ഇവിടെ ഓരോരോ ഓരോരോ രൂപങ്ങളുണ്ട്. ഇപ്പോഴത്തെ വിഭീഷണൻ്റെ രൂപമാണ്, പിന്നെ കുംഭകർണൻ്റെ രൂപം, ഇത് രാവണൻ, രാമ, ശിങ്ക, തീർച്ചയാണ് ഉദ്ദേശിച്ചത്, ലക്ഷ്മണൻ. നമ്മൾ കയറി കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. എൻട്രൻസ് മസൂഖ്, എൻട്രൻസ് ഗേറ്റ്, ഇൻഫർമേഷൻ സെൻറ്റർ, ഓക്കെ. ഇവിടെ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗരുഡ, കശ്യപൻ, കദ്രു, ഗരുഡ വിഷ്ണു സ്റ്റോറി. സോ ഇത് ഗരുഡ വിഷ്ണു സ്റ്റോറിയുടെ കംപ്ലീറ്റ് കഥയാണ് എഴുതിയേക്കുന്നത്. ഐ തിങ്ക് ആസ് പെർ രാമായണം. ഭഗവാൻ കശ്യപൻ, ഇത് ഗരുഡന്റെ വിഷ്ണുവിന്റെയും കഥയാണ്. ഭഗവാൻ കശ്യപന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കദ്രു, വിനത്തിൽ. കദ്രുവിന് ഡീമൻസ് ആയിരുന്നു, 1000 ഡീമൻസ് ആയിരുന്നു മക്കള്. വിനത്തയ്ക്ക് ഗരുഡനായിരുന്നു മകൻ. അതൊരു പക്ഷിയാണ് ഗരുഡൻ. അപ്പോൾ എന്താ ഭർത്താവ് ഭഗവാൻ കശ്യപൻ ഭാര്യമാരോട് പെറ്റടിച്ചു. അതായത് ഏതോ ഒരു ഉച്ചൈസ്രാവ്. ഭഗവാൻ കശ്യപനല്ല, സോറി, 2 ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പെറ്റടിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു ഒരു കാട്ടിലെ എന്തോ ഉച്ചസ്വരാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഉള്ള ഒരു കുതിര ഉണ്ട് അവിടെ. ആ കുതിരയുടെ ഒരു കാട്ടില്. അപ്പൊ ആ കാട്ടിലത്തെ കുതിരയുടെ കളർ എന്താണെന്ന് ഗസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് തോൽക്കണ ആള് മറ്റാളുടെ അടിമയാവും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വിനത പറഞ്ഞു വെള്ളമാണ്. അപ്പോ എന്നിട്ട് ഉടനെ അവിടെ നിന്ന് പറഞ്ഞല്ലേ അപ്പൊ എന്നിട്ട് കദ്രു എന്താ ചെയ്യുക, കദ്രു പോയിട്ട് കദ്രുവിന്റെ മക്കൾ, അതായത് ഡ്രാഗൺസിനോട് പറയും, നിങ്ങൾ നിങ്ങളുടെ വിഷം തുപ്പിയിട്ട് കുതിരയുടെ കളർ കറുപ്പാക്കാൻ പറഞ്ഞു. കുതിര കറുപ്പായിട്ട് കദ്രു ജയിച്ച് വിനത തോൽക്കും. അപ്പൊ വിനത കദ്രുവിന്റെ എന്താ പറയാ അടിമയും കുട്ടി, അതായത് ഗരുഡനും. അത് കഴിഞ്ഞാൽ ഗരുഡൻ, ഇത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലായില്ല, കാരണം അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതായത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മകൻ ഗരുഡന് അമ്മ ഭയങ്കര ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആളാണ്. അപ്പൊ ഈ അമ്മയെ കഷ്ടപ്പെടുത്തുന്ന കണ്ടിട്ട് അയാൾക്ക് ഭയങ്കര വിഷമമായിട്ട് മക്കളോട്, മറ്റേ കദ്രുവിന്റെ മക്കളോട് പോയി പറയുന്നു. അപ്പൊ അവരെന്തോ കണ്ടീഷൻ, അവരെന്തോ വിഷ്ണു നോക്കണ വെള്ളം, വിഷ്ണു പ്രൊട്ടക്ട് ചെയ്യണ വെള്ളത്തിനെ അവർക്ക് വേണമെന്നോ അങ്ങനെ എന്തോ തോന്നുന്നു ഞങ്ങൾക്ക്. എന്തായാലും അതുവരെയാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. Full of Garuda clicks adventure in searching for Lord Vishnu, Tirtha, Amartha at Garuda's family. Mini cinema every day starting 10:30 with the time. Free is included in the GW Cultural Park entrance ticket price. Okay, so we have story of it. So അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്കൊരു ആനിമേഷൻ പോലെ കാണിച്ചു തന്നാൽ രാവിലെ. അത് തിയേറ്ററാണോ അവർ ഉദ്ദേശിച്ചത്? വിട്ടാന്ന് പറഞ്ഞാൽ നോക്കി നോക്കുന്ന തിയേറ്ററിൽ അവിടെ ടൈമിംഗ് എഴുതിയിട്ടുണ്ട്. അത് എത്ര മണിക്കാന്ന് അങ്ങനെയാണ് നമുക്ക് തിയേറ്ററിൽ പോയി കാണാമല്ലോ. ഞങ്ങളിതിപ്പോൾ ഞാൻ എൻട്രൻസ് ഗേറ്റ് 1ലേക്ക് കയറാം അല്ലേ ആദ്യം? അത് ഗേറ്റ് 2 ആ ടിക്കറ്റ് കാണിച്ചോളൂ. ടിക്കറ്റ് കാണിക്കേണ്ടി വരുന്നുണ്ട്. ഇതെന്താ 100 ഇത്ര ഹൈറ്റുള്ള കുട്ടികളെ കയറ്റില്ല, അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ കയറ്റില്ല.
Yeah. Can we see everything from here itself now? When you see everything area, but you can forget to, you can go to the beach statue and you get one, you can see all area. So first see that and come here? No, sorry? Should we see that first and this second? No, Or same. Same. Same, I can. connecting. Okay, okay, fine. Could you repeat what you said, please? Yeah. Maybe you have any coin, you can make a wish here by throwing a coin. Okay, which god is that? Yes. Vishnu? Yes. It is the goddess of Lakshmi. Lakshmi? The goddess Lakshmi. Yeah. Goddess Lakshmi, okay. Yeah. Okay, fine. Any coin. വാളറ്റിലുണ്ട് എന്തെങ്കിലും നമ്മുടെ ഇന്ത്യൻ കോയിൻ എന്തെങ്കിലും ഉണ്ടോ 2 രൂപയോ? If you have a coin, any coin maybe, you can make a wish by throwing a coin. ഇട്ടോളൂ. അനു പ്രാർത്ഥിച്ച് ഇടാൻ പോവാണ്. പിന്നെ കാണുന്നത് ലക്ഷ്മി ദേവിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ അത് നടക്കുന്ന പറഞ്ഞത്. വരുന്നു സോ ടെയിൽ ഓഫ് എറ്റേണിറ്റി സ്പ്രിങ്, അതായത് This is a story about eternal spring which flows all year round in all seasons. An eternal spring in the middle of the arid limestone hills of Alaska. സൗത്ത് ഓഫ് ഐലൻഡ് ഓഫ് ഗോഡ്സ്. ഓക്കെ, ഞങ്ങൾ വിഷ്ണുവിൻ്റെ ഇവിടെയാണ്, വിഗ്രഹത്തിൻ്റെ അടുത്താണ്. പറഞ്ഞോളൂ കിച്ചു. ലോർഡ് വിഷ്ണു പ്രിസർവർ, ലോർഡ് ഓഫ് പ്രിസർവർ. അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ അതിൽ പറഞ്ഞാൽ എന്താ വിഷ്ണുവിൻ്റെ എന്താ അമേർക്ക എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റി ഓഫ് ഹോളി വാട്ടർ, അതെ അല്ലേ? എറ്റേണൽ ഹോളി വാട്ടർ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാട്ടോ അല്ലേ? ഫുൾ ഓഫ് ബാലിയാണോ എന്ന് എനിക്കറിയില്ല അവിടെ സ്ഥലം. എന്ത് ഭംഗിയാലേ കാണാൻ. അത് ഫുള്ള് കരുടനാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അത് വിഷ്ണു കരുടൻ്റെ മീത് കയറിയിരിക്കുന്നത്. ഞങ്ങൾ മിനി സിനിമയ്ക്ക് കയറാനുള്ള പ്ലാനിലാണ്. അപ്പം ഓരോ മണിക്കൂർ, അതായത് ടൈം കൊടുത്തേക്കണേ, ഇതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ. ഞങ്ങളൊന്ന് പോയോക്കട്ടെ. ഫസ്റ്റ് ഫ്ലോർ. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയമാണ് ഞങ്ങളൊന്ന് അവിടെ സൈഡിൽ നിന്ന് വീണ്ടും അവിടെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്ന് അവിടെ കാണാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും വരാമെന്ന് വിചാരിച്ചു. Do we need to reserve? No. Just go inside and go to the movie before the time, yeah? Okay. You can explore maybe to the We saw Vishnu. So how to go to Garuda? Garuda from this side. Okay. You can take picture and back. Okay. Before 2:30 be here. Yes. Okay, fine. Yes. Thank you. Okay, welcome. ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ. ഇപ്പോൾ ഞങ്ങൾ വെള്ളം കിട്ടാതെ
തൊണ്ട വരണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പം വെള്ളം എവിടെയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. വാട്ടർ വാങ്ങണമെങ്കിൽ ക്യാഷും വേണം. ക്യാഷ് ഞങ്ങളുടെ കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം USD എടുക്കില്ല. ഇപ്പോൾ ഇവിടെ IDR മാത്രമേ എടുക്കും. വണ്ടിയുടെ കുപ്പിയുണ്ട്, അത് കയറ്റൂല ഇതിൻ്റെ അകത്തേക്ക്. ഞങ്ങൾ സിനിമ കൊണ്ടുവന്നെങ്കിൽ അവിടെ കഥ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഏകദേശം ഇത് വനിതയല്ലേ കദ്രും പക്ഷെ ഭാര്യമാരായിട്ടൊന്നല്ല കാണിക്കുന്നത്. അതിലൊരു ആ പെണ്ണ് കുറച്ച് പാവപ്പെട്ട, ഗരുഡന്റെ അമ്മ പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണാണ്. ഗരുഡൻ എങ്ങനെയാ വെച്ചാൽ എല്ലാം സഹായിക്കാൻ, നാട്ടുകാരെ സഹായിക്കാൻ നോക്കും. അയാള് കെട്ടർ ട്രോഫി എന്ന് പറഞ്ഞാൽ ചീത്തയാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ജനിച്ച ഉടനെ തന്നെ എൻ്റെ അവിടെ വോൾക്കാനോ വന്നിട്ട് ആ നാട് നശിക്കുകയാണ്. അങ്ങനെയാണ്. അത് കാരണമാണ് പുള്ളിക്കാരൻ ജനിച്ച ഉടനെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ ആളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇയാൾ പൊതുവേ ഗരുഡൻ എന്ന് പറഞ്ഞത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുമ്പം അത് എന്തെങ്കിലുമൊക്കെ അബദ്ധമായി മാറിയിട്ട് ആൾ അസുരനെ പോലെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നാട്ടുകാർ മുഴുവൻ അങ്ങനെ ചീത്ത ആളായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് അയാളെ മാക്സിമം ട്രൈ ചെയ്യണതും. പിന്നെന്താ ഒരു ദിവസം എന്താണ് അവിടെ ആക്ച്വലി ഒരു ദിവസം അമ്മ തന്നെ നിൽക്കുമ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറയും ആ കുതിര അത് പറഞ്ഞ പോലെ കുതിരയുടെ കളറ് ടെയിലിന്റെ കളറാണ് പറഞ്ഞത്. ടെയിലിന്റെ കളർ ഏതാ, വൈറ്റ് ആണോ ബ്ലാക്ക് അല്ല ഏതാ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, വൈറ്റ് ആണ്. പക്ഷെ അവളെന്തോ ട്രിക്ക് ചെയ്തിട്ട് അത് ബ്ലാക്ക് ആക്കി മാറ്റി. അത്രയും പറയുന്നുള്ളൂ, അത്രേ കാണിക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പെണ്ണ് നല്ല ഭംഗിയുണ്ടായിരുന്ന സുന്ദരിയായിട്ടുള്ള പെണ്ണ് മാറി പിന്നെ കൂടെ വന്നായിരുന്നു. അപ്പൊ ബേസിക്കലി പെണ്ണ് എന്താ പറഞ്ഞ വെച്ചാൽ നിങ്ങളുടെ മകൻ എൻ്റെ ജോലിക്കാരനെ ഉപദ്രവിച്ചു. അപ്പോൾ പുറമെ ജോലിക്കാരന് 1000 ഗോൾഡ് കോയിനാണ് പൈസ. ഒന്നിൽ നിങ്ങൾ ഗോൾഡ് കോയിന് പൈസ തരിക, അല്ലെങ്കിൽ ബെറ്റ് ജയിച്ചു കഴിഞ്ഞാൽ തോച്ചു കഴിഞ്ഞാൽ സ്ലേവ് ആവണം, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവണം. അപ്പം എന്നിട്ട് ഇവിടെ തോറ്റൂല്ലോ, എന്തായാലും അവൾ വെള്ളം പറഞ്ഞിട്ട് കറുപ്പായപ്പോൾ അവൾ തോറ്റപ്പോൾ അവൾ അവിടുത്തെ സ്ലേവായി. അപ്പോൾ ആ സമയത്ത് ഗരുഡൻ കയറി വരും. അപ്പോൾ മറ്റേ പറഞ്ഞത് കള്ളായിരുന്നു. അപ്പോൾ ഗരുഡൻ ശരിക്കും ആക്ച്വലി അങ്ങനെ ആരും ഉപദ്രവിച്ചൊന്നുമില്ല, അതൊരു ട്രിക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ ഗരുഡൻ എന്നിട്ട് ഗരുഡനോട് പറയും നിന്റെ അമ്മ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷെ നിങ്ങൾ ആദ്യം എന്താ തീർത്ഥാമൃത എന്ന് പറഞ്ഞ ഒരു ഹോളി വാട്ടറാണ്. ഹോളി വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഇമ്മോർട്ടലാവും. അതായത് എല്ലാ അസുരന്മാരെയും ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആരും തോൽപ്പിച്ച് അതായത് ഒളിപ്പിച്ച് വെച്ചതാണ്. രാക്ഷസിക്ക് അത് വേണം. അപ്പോൾ അതുകൊണ്ട് എടുത്തോണ്ട് ഞാൻ പറയും. അപ്പോൾ ഗരുഡന് അതിനുള്ള കഴിവുണ്ടെന്ന് ഇവർ ജനിച്ചുടനെ തന്നെ ഇവർ കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ നോക്കി വെച്ചിരുന്നു. അപ്പം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീർത്ഥാമൃത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ പോയിട്ട് തീർത്ഥാമൃത കണ്ടുപിടിക്കാൻ എന്തെങ്കിലും 2-3 ഒബ്സ്റ്റക്കിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ ഒബ്സ്റ്റക്കിൾ എന്തായിരുന്നു? തീയ്, പിന്നെ ബ്ലേഡ്, അസുരന്മാർ. ഇത് 3 ഒക്കെ താണ്ടി അതൊക്കെ കടന്ന് അത് ഓരോരോ ട്രിക്ക് അതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ആളെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അത് കടന്ന് അങ്ങോട്ട് പോകണത്. ഇപ്പം ഫയർ ആണെങ്കിൽ ഇയാൾ ഒരു വാട്ടർ ഫുള്ള് ഡ്രിങ്ക് ചെയ്തിട്ട് ഫുള്ള് ഫയർ എടുത്തും. പിന്നെ ബ്ലേഡിൽ നിന്ന് രക്ഷപ്പെടുന്ന വെച്ചാൽ ഇയാൾ കുഞ്ഞിയതാവും. ഇയാൾ വലുതാവാനും കുഞ്ഞിതാവാനും പറ്റും ഗരുഡന്. അപ്പം കുഞ്ഞിയതായിട്ട് ബ്ലേഡിൻ്റെ ഉള്ളിൽ കൂടെ പോകും. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് 2 അസുരന്മാരാണ്. അസുരന്മാരെയും ട്രിക്ക് ചെയ്തിട്ട് തന്നെയാണ്. കാരണം ചാരം ആദ്യം കത്തിച്ച് വെച്ച ചാരം ഇയാൾ എടുത്ത് വെച്ചിരുന്നു. കത്തിച്ചിട്ട് കെടുത്തിയ ചാരം ഇയാൾ എടുത്ത് വെച്ചിരുന്നു. ആ ചാരം വെതറിയിട്ട് ഇവരുടെ കണ്ണ് കാഴ്ച അങ്ങോട്ടും അടി കൂടിയിട്ട് അപ്പോഴത്തേക്കും മൂന്നാമത്തത് വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തീർത്ഥമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വിഷ്ണു വന്നിട്ട് പറയും അങ്ങനെ എടുത്തുകൊണ്ടാകാൻ പറ്റില്ല, 4ാമത്തെ ഒരു സാധനം കൂടി ഉണ്ട് അങ്ങനെ പറയും. അത് കഴിഞ്ഞപ്പോൾ പറയും എനിക്ക് ഇത് കൊണ്ടുപോയേ പറ്റൂ, എൻ്റെ അമ്മ ഇതാക്കിയിരിക്കും. അപ്പോൾ വിഷ്ണു പറയും ഇത് പാത്രം കൊടുക്കും. പാത്രം കൊടുക്കും. കാരണം അവര് ആ സ്ത്രീ പറഞ്ഞാൽ എനിക്ക് ജഗ് വേണം തീർത്ഥമ്പലത്തായിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ജഗ് എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് മുകളിൽ അമ്മയെ ഫ്രീ ആക്കി ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളം പറഞ്ഞ ഇതിൽ തീർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാൻ ഓഫ് വേർഡാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജഗ് പോകണമെന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ വിട്ടപ്പോൾ എന്താ വെച്ചാൽ മുകളിൽ ആകാശത്തിന് മുകളിൽ അമ്മയെ താഴത്തേക്ക് ഒറ്റയിടലാണ് ഇട്ടു. അത് അമ്മ താഴത്തേക്ക് എത്തുമ്പോഴേക്ക് ഇവൻ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അതിനെ എന്താ പറയുക ഹേർട്ട് ചെയ്തു രാക്ഷസന്മാർ. എങ്ങനെയൊക്കെ പോയി രക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിഷ്ണു എന്ന് പറയും നിന്നെ എനിക്ക് എൻ്റെ സഹായിയായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ റെഡിയാണ്. അമ്മോട് ചോദിക്കുമ്പോൾ അമ്മ പറയും പൊക്കോളാൻ പറയും, നീ അതിന് വേണ്ടി ജനിച്ചിരിക്കുന്നത്, അപ്പോൾ നീ പൊക്കോളാൻ പറഞ്ഞ സ്റ്റോറി അവിടെ ഉണ്ട്. അപ്പോൾ അവസാനം ഗരുഡൻ എന്ന് പറയുന്നത്
വിഷ്ണുവിൻ്റെ ഒരു യാത്രികനെ പോലെ എപ്പോഴും ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ചെറിയൊരു സ്റ്റോറിയിൽ ആദ്യം രാമായണത്തിൽ എങ്ങനെയാണോ എനിക്കറിയില്ല, ഇങ്ങനെയാണ് ഇവിടെ ഇവരുടെ സ്റ്റോറി. പിന്നെ അവരുടെ മക്കളാണ് എന്തൊക്കെയായിരുന്നു പേരുകൾ ഓർമ്മ ഉണ്ടോ? വാസുകി ഉണ്ട്, കാളിയുണ്ട്, അങ്ങനെ അവർക്ക് ശാപം കിട്ടിയവർ പാമ്പുകളല്ലാതെയായി മാറുന്നു. രാക്ഷസന്മാര് മാറി ഡ്രാഗൺ ആയിരുന്നു അവരൊക്കെ മാറി പാമ്പുകളായി മാറി. അവർക്ക് നടക്കാനും ഇതിനൊന്നും പറ്റില്ല, ജസ്റ്റ് അഴിഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ കാളിയമർദ്ദനും വിഷ്ണു തന്നെയാണല്ലോ കാളിയമർദ്ദനത്തിന്റെ മേ ബി റിലേഷൻ. വാസുകി എന്തായിരുന്നു? മറ്റേ പുഴുവായിട്ട് വരണതല്ലേ വാസുകി? വാസുകിയാണ് കടഞ്ഞെടുക്കണത്, അമൃത് കടഞ്ഞെടുക്കുന്നത് വാസുകി. ഒരു രാക്ഷസൻ കൂടിയുണ്ട്, പേര് യക്ഷകനം. അതല്ലേ മറ്റേ പുഴുവായിട്ട് പാമ്പായിട്ട് വന്നത്, പഴത്തിന്റെ അകത്ത് കൈ കിടന്നു അല്ലേ? കൈ കിടന്നു. എങ്ങനെ എന്തായാലും ഈ സ്ഥലം അടിപൊളിയാണ്. ഒരുപാട് സ്ഥലം ഒറ്റപ്പെട്ട വലിയ കല്ല്, അതിൻ്റെ ഇടയിൽ ഗരുഡനും, ഈ കല്ലിൻ്റെ അപ്പുറത്ത് ഗരുഡൻ്റെ മുകളിൽ വിഷ്ണു ഇരിക്കണതും അടിപൊളി ആയിട്ടൊരു എടുത്തുണ്ട്. എങ്ങനെയാണോ വൃത്തിയിലെടുത്തേക്കണം. ഈ സ്ഥലം നല്ല വേർത്തിട്ടാട്ടോ. ആ കൂടെ പ്രശ്നം വെള്ളം കുറേ നടക്കാനും ഉണ്ട്. ചൂടുള്ള ദിവസമാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ന് മഴ ഉണ്ടായിട്ടും നല്ല ചൂടുണ്ട് അല്ലേ? അതെ, പക്ഷെ ഇന്ന് ക്ലിയർ സ്കൈ ആണ്. പിന്നെ ഗരുഡൻ്റെ സ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലേ? കഷ്ടമൊക്കെ. ബൈ ബൈ ഗരുഡ. നോക്കൂ, എന്തായാലും നോക്കിയില്ല. ഞങ്ങളൊരു കഫേ കയറി, ദാഹം സഹിക്കാൻ വയ്യാതെ അവസാനം ഇവിടെ ബ്രെഡ് കാർഡ് എടുക്കും അത്ര. അപ്പോൾ ഞങ്ങൾ 2 വാട്ടർമെലൻ ജ്യൂസ്, അതിലെത്ര വാട്ടർമെലൻ ജ്യൂസിന് 60,000 രണ്ടെണ്ണത്തിന് 300 രൂപ. എന്തായാലും 300 ചില്ലാനും രൂപ. പിന്നെ എനിക്ക് പുറത്തേക്ക് കുറച്ച് നടക്കാണ്ട് ഷട്ടിൽ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കാറിൽ പോകും. കാറിൽ നിന്ന് നേരിട്ട് ഉലുവാട്ടിയിട്ടാണ് പോകും. അപ്പോൾ ഇതാണ് കഫേ. ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. Just ignores me all the time. ജ്യൂസൊക്കെ കുടിച്ചതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ആർട്ട് ഗാലറി കയറി. അപ്പുറത്തൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് വേഗം കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഡ്രൈവറിൻ്റെ, നമ്മൾ കെച്ചക് ഡാൻസിന് അവിടെ പോയിട്ട് ഉലുവാട്ട് പോയി ബുക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞു നമുക്ക് അവിടുന്ന് പോകണ്ട, മെലാസ്റ്റി ബീച്ച് പോയി കെച്ചക് ഡാൻസ് കാണാം, ഉലുവാട്ട് ജസ്റ്റ് കയറി പോരാം. Beach. Ticket is there? At the Melasti, always open. Always open. Okay.
നമ്മൾ ഇവിടെ ഇറങ്ങണതിന് ഉലുവാട്ട് ഇറങ്ങണതിന് മുന്നേ എത്ര സമയം വേണം അവിടെ എത്താൻ, എത്ര നേരം കൊണ്ട് വരണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഹലോ, അപ്പം ഞങ്ങൾ GWK ഇറങ്ങി എവിടേക്കാണ് ഉളുവാട്ടു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉളുവാട്ടു ടെമ്പിൾ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ഉപയോഗിച്ചത് ഒരു ടാബ്ലർ ഉണ്ടായിരുന്നു, പിന്നെ തേപ്പില എന്നുള്ള സാധനം ഉണ്ടായിരുന്നു കഴിക്കാനുള്ളത്. അത് ഓൾറെഡി വാങ്ങി വെച്ചായിരുന്നു. അത് കഴിച്ച് ലഞ്ച് അതിലൊതുക്കി 2 വാട്ടർമെലൺ ജ്യൂസ് കുറച്ചും കഴിച്ചായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായിച്ചാൽ കെസാക്ക് ഡാൻസിൻ്റെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയെന്നാണ് പറഞ്ഞത്. ഉൾവാട്ടമില്ല. അപ്പം ഡ്രൈവർ വേറെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി എന്ന് അങ്ങനെ പറയണം, പക്ഷേ ഞങ്ങൾ സമയമൊന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും സമയമായി. അപ്പം അവിടെ നേരത്തെ 6:00 ടിക്കറ്റ് അറിയില്ലായിരുന്നു. ടിക്കറ്റ് അവിടെ പോയിട്ട് എടുക്കണ കാര്യങ്ങൾ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ വേറെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വേറെ പുറത്തെ എവിടെയെങ്കിലും വേറെ കെസാക്ക് ഡാൻസ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉൾവാട്ട് ടെമ്പിൾ പോവാണ്. കാണാം. ബൈ. ഉലുവാട്ടുവിൻ്റെ എൻട്രൻസ് അവിടെ എത്തി. ഉലുവാട്ടു ടെമ്പിളിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുകളിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പ്ലീസ് വാച്ച് ആൻഡ് ലെറ്റ് us know. അപ്പം ഉളുവാട്ടു പെട്ടെന്ന് ഇതേ പോയി. പെട്ടെന്ന് വരെ കഴിഞ്ഞ് ഒന്ന് കുരങ്ങന്മാർ, ഭയങ്കര കുരങ്ങന്മാർ, രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ. അതെ, ഞങ്ങൾ കണ്ടിട്ട് ഫോൺ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ റിസ്ക് എടുക്കാനുള്ള നല്ല അഗ്രസീവ് കുരങ്ങന്മാരാണ് ഉള്ളത്. ഞങ്ങൾ ഉൾവാട്ടു പെട്ടെന്ന് തീർത്തു. കെസാക്ക് ഡാൻസ് കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല എന്നിപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ് അവസ്ഥ വെച്ചാൽ കെസാക്ക് ഡാൻസ് ഉണ്ടാവും എന്നുള്ളത്. കെസാക്കി ഡാൻസ് എല്ലാം അടിപൊളി മഴയാണ്. അവിടെ കെസാക്കി ഡാൻസ് കാണാൻ പറ്റുമെന്ന് നോക്കി, പിന്നെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. Where are you going now? Which place it is? For the kecak dance. Name of the place? At the Melasti Beach. Melasti Yeah. Beach. Okay. In front beach, yeah. Okay. Beach side. Oh, Yeah. okay. അപ്പോൾ അവിടെ So if rain is there, kecak dance will be there? I don't know yet. I don't know. Okay. So here if rain is there, kecak dance will be there? in Uluwatu In today. Uluwatu? Yeah, I don't know. Okay. Raining, not for done at the building. Okay. അവിടെ മഴ പെയ്യുണ്ടാവില്ല. Side. ഓക്കെ. ആ എനിക്ക് തോന്നുന്നു അവിടെ കെട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞതാണ് മുകളിലേ. മഴ കൊള്ളില്ല അതിൻ്റെ അകത്തേക്കാണ് അവൻ പറഞ്ഞു വരണേ. ഞങ്ങൾ വേറെ സ്ഥലത്ത് ഒത്തിരി മുന്നേ പറഞ്ഞ സ്ഥലത്തിൽ ചക്കടാത്ത കാണാം. Side. അതെ, വഴി അടിപൊളി, റോഡ് നല്ല രസമാണ്. പ്രതിമകളൊക്കെ ഉണ്ട് സൈഡിൽ. കടലാണ് ബീച്ചാണ്. ഇലാസ്റ്റി ബീച്ച്. സൈഡിൽ കാണുന്ന കടലാണ് ഗൈസ്, ഒന്നും കാണില്ല. അതിതീവ്രമായ മഴയിൽ ഞങ്ങൾക്ക് കെച്ചാക്ക് ഡാൻസിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവം ലഭിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ മുകളിൽ കാണുന്ന ലിങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ മഴയാണ് ഗൈസ്. റോഡൊക്കെ കാറ്റിട്ട് പറഞ്ഞു പോകും, അങ്ങനെ അത്രയും വൃത്തിയായിട്ട് മഴ. നല്ല മഴയാണ് ഗൈസ്. കെച്ചാക്ക് ഡാൻസ് കണ്ടു. ഇപ്പോൾ വീട്ടിൽ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ മഴ. ഞങ്ങളിത് ഹോട്ടലിൽ ഇപ്പം എത്തി. ഉറക്കം വന്നിട്ട് വയ്യ. എന്തായാലും